നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കൽ അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിൽ തെളിവുകൾ സാമ്പിളുകൾ ശേഖരിക്കുന്ന പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇന്നും അത് തുടരും. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സാമ്പിൾ ശേഖരിക്കൽ നടക്കുന്നത്. SIT സംഘം സന്നിധാനത്ത് തുടരുന്നുണ്ട്. ഇന്നും ഈ ഒരു സാമ്പിൾ ശേഖരണം നടക്കും. കുംഭമാസ പൂജയ്ക്കായി നട തുറന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കൽ അന്വേഷണ സംഘം തുടങ്ങിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിലെ പാളികൾ ആദ്യം ഇളക്കി അതിൽ നിന്നും ഈ ഒരു സാമ്പിൾ ശേഖരിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലേക്കായിരുന്നു അടുത്ത് കടന്നത്. അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ സാമ്പിൾ ഇന്ന് ശേഖരിക്കും. നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സാമ്പിൾ ശേഖരണം ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും SITക്കൊപ്പമുണ്ട്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ്, കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്തുകയാണ് പരിശോധനയിലൂടെ SITയുടെ ലക്ഷ്യം. വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ SIT കടക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ട് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പല പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുക എന്നൊരു നീക്കത്തിലാണ് SIT നിലവിൽ ആയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രതിചേർത്ത FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി ഹർജി നൽകിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ വിധി പറയും. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ആരോപിച്ചാണ് പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി. മതിയായ കാരണങ്ങളില്ലാതെയാണ് അറസ്റ്റ്. അതുകൊണ്ട് അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്ന ആവശ്യമാണ് പങ്കജ് ഭണ്ഡാരി തന്റെ ഹർജിയിലൂടെ ഉന്നയിക്കുന്നത്. SIT സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയ 109 ഗ്രാം സ്വർണം സ്വമേധയാ കൈമാറിയതാണ്. 6 തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിന് താൻ ഹാജരായിട്ടുണ്ട് എന്നതടക്കമുള്ള വാദങ്ങൾ പങ്കജ് ഭണ്ഡാരി ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുതെന്നാണ് SITയുടെ നിലവിലെ നിലപാട്. അതേസമയം ഇനി നമുക്ക് മറ്റൊരു വിവരവും കൂടി നോക്കാം. ശബരിമല കൊടിമരത്തിലെ വിവാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നിർണായകമായ പ്രതികരണം നടത്തി. ശബരിമല കൊടിമരത്തിലെ വാജി വാഹനത്തിൽ ഈ സ്വർണ്ണപ്പാളി ഒട്ടിച്ചത് താൻ തന്നെയാണെന്നും തൻ്റെ വിയർപ്പിൻ്റെ അംശം അതിൽ ഉണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ടാണ് താൻ സ്വർണ്ണപ്പാളി വാജി വാഹനത്തിൽ ഒട്ടിച്ചതെന്നും സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. താൻ തന്നെയാണ് അതിൽ സ്വർണം ഒട്ടിച്ചത്. അഷ്ടദിക്പാലക ശില്പങ്ങളിൽ തൻ്റെ മകനും സംവിധായകൻ ഷാജി കൈലാസും തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരും ചേർന്ന് സ്വർണം ഒട്ടിച്ചുവെന്നും സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. തന്റെ വല്യമ്മാവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുന്ന കാലത്താണ് കൊടിമരം പുനഃസ്ഥാപിക്കണമെന്ന ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത്. 300-400 വർഷം നിലനിൽക്കാനുള്ള കൊടിമരമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. വീട്ടിൽ നിന്നുള്ള സ്വർണം ജ്വല്ലറിയിൽ കൊടുത്ത് 24 ക്യാരറ്റ് സ്വർണ്ണമാക്കി. മോഹൻലാൽ തന്നെ വിളിച്ച് സ്വർണം നൽകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പലരും അതിൽ പങ്കാളികളായി എന്നും സുരേഷ് ഗോപിയുടെ വെളിപ്പെടുത്തൽ. അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ അജയ് തറയിൽ, അതുപോലെ തന്നെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയാണ് സ്വർണം വാങ്ങിവെച്ചത്. ഭഗവാന് സമർപ്പിച്ചതാണ്, രസീത് വാങ്ങിയില്ല, രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ല. അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുമെന്നും എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.